ഡിസംബർ 28-ന് എറണാകുളത്തപ്പൻ ഹാളിൽ നടത്തുന്ന അന്താരാഷ്ട്ര മുരുകഭക്ത സംഗമം വിജയിപ്പിക്കുന്നതിന് സ്വാഗത സംഘം രൂപീകരിച്ചു. ഭാരത ടൂറിസ്റ്റ് ഹോമിൽ നടന്ന യോഗം പറവൂർ മന്ദം വൈശാഖം ശ്രീ മുരുക ഭക്തജനസംഘം സംയോജകനും അന്താരാഷ്ട്ര മുരുകഭക്ത സംഗമം സ്റ്റേറ്റ് കോർഡിനേറ്ററുമായ എസ് ജയകൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ബ്രഹ്മശ്രീ അരുൺ സുബ്രഹ്മണ്യം സൂര്യഗായത്രി മഠം ആലപ്പുഴ, ജോത്സ്യൻ വിജയാനന്ദ പെരുമ്പാവൂർ, അഖില കേരള ജ്യോതിശാസ്ത്ര മണ്ഡലം എറണാകുളം ജില്ലാ സെക്രട്ടറി KB ശ്രീകുമാർ, ആലുവ കോതാട് ദേവസേന നായക ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ട്രസ്റ്റി ഷൈൻ മഠത്തിപ്പറമ്പിൽ, എറണാകുളം കുമാരേശ്വര ക്ഷേത്രം സെക്രട്ടറി അനുരാജ്, ജോയിന്റ് സെക്രട്ടറി അജയൻ, ട്രഷറർ വിജയൻ പ്രസന്ന ബാബു കലവൂർ, CA കരുണൻ കെടാമംഗലം, കുന്നുപുറം വിനയൻ ഗുരുക്കൾ, അജി കൽപ്പടയിൽ, നീലാംബരൻ ശാന്തി, മധു, രാജേഷ് പെരുമ്പാവൂർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് അതിനിടയിൽ തിരുവനന്തപുരത്ത് വെച്ചിട്ട് അന്താരാഷ്ട്ര മുരുകഭക്ത സംഗമം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പരിപാടി നടത്താനുള്ള പ്ലാനുകൾ പറഞ്ഞിട്ട് ജനുവരി 16-17-18. ഈ ഒരു അവസ്ഥയിൽ നമ്മളൊരു മുരുകഭക്ത സംഗമം എറണാകുളത്ത് ഇതുവരെ അങ്ങനെ ഒരു നടത്തുന്നതല്ല, കേരളത്തിൽ ചിലപ്പോൾ അങ്ങനെ ഒരു കാര്യമായിട്ട് നടന്നിട്ടില്ല. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് നടത്തണം, അങ്ങനെ ഒരു പരിപാടിയെ കുറിച്ച് പ്ലാൻ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ആ ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്നത്. എല്ലാവരും അവരവരുടെ നിലയിൽ വളരെയധികം പ്രാധാന്യമുള്ള വ്യക്തികളാണ് ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത്. എല്ലാവരും ഒരാളുടെ കാര്യം എല്ലാവരും ഒന്നല്ലെങ്കിൽ ഒന്ന് അവരുടെ മേഖലകളിൽ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ആ നിലയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ പക്ഷെ നല്ലൊരു യോഗ നടപടിയാകുമ്പോൾ കുറച്ച് പേരൊക്കെ അവിടെ ഇരിക്കണമല്ലോ. അപ്പം അതുകൊണ്ട് നമുക്ക് ഓരോ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് നമുക്ക് കുറച്ച് കൂടി ഇരിക്കണം. അപ്പം അതിനുവേണ്ടി അവരെ ക്ഷണിക്കണം. അതിൻ്റെ അർത്ഥം ഒരു പ്രാധാന്യമുള്ളവർ മറ്റുള്ളവർ പ്രാധാന്യമില്ലാത്തവരെന്നല്ല, എല്ലാവരും കൂടി ചേർന്ന ഒരു കൂട്ടായ്മയാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഒരു പ്രസംഗമില്ല, ഇവിടെ ചർച്ചയാണ്. നമുക്കിങ്ങനെ ഒരു പരിപാടി ആദ്യമായിട്ട് നടത്തുമ്പോൾ എത്രമാത്രം വിപുലമായിട്ടുള്ള നിലയിൽ അത് നടത്തണം, എങ്ങനെ ഭംഗിയാക്കി മാറ്റണം എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനുവേണ്ടി മുതിർന്ന ആൾക്കാരുടെ നിലയിൽ ഒന്ന് കാര്യം ചെയ്തിട്ട് അന്ന് നമ്മുടെ ഇവിടുത്തെ അമ്പലത്തിൻ്റെ ഇവിടെയുള്ള സുബ്രഹ്മണ്യ സ്വാമിയുടെ അമ്പലമുണ്ട്, KSRTC ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് തന്നെ. അതിൻ്റെ സെക്രട്ടറി അവതരണീയൻ സെക്രട്ടറി ഇവിടെ എത്തിയിട്ടുണ്ട്. വിജയാനന്ദ്ജി ക്ഷേത്രാങ്കണം എന്നൊരു ഗ്രൂപ്പിൻ്റെ ഒരു മൊത്തക്കാരൻ്റെ കൈകാര്യം ചെയ്യുന്ന ആളാണ് അദ്ദേഹം. പിന്നെ അരുൺ സൂര്യഗായത്രി സുബ്രഹ്മണ്യ യാഗം കേരളത്തിൽ നടന്നപ്പോൾ ആദ്യമായിട്ട് അതിൽ നേതൃത്വം കൊടുത്ത ആളുകളിൽ ഒരാളാണ്, പ്രശസ്തനായ. ഇങ്ങനെയുള്ള പ്രമുഖരായ ആളുകളെല്ലാം ഞാൻ ഇതിൻ്റെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. യോഗ നടപടികൾ ആരംഭിക്കാം. ആദ്യത്തെ ഒരു ഷൈൻ്റെ ഒരു ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമുക്ക് പരിപാടികൾ തുടങ്ങാം.